എറണാകുളം വ്യവസായ കേന്ദ്രത്തിലെ ഓഫീസ് മുറി കിടപ്പുമുറിയാക്കിയത് NGO യൂണിയൻ നേതാവ്. ഇന്നലെ രാത്രി 24 അന്വേഷണത്തിൽ യൂണിയൻ നേതാവ് പ്രദീപൻ വർഷങ്ങളെ ഓഫീസ് മുറിയിൽ കിടപ്പുറപ്പിച്ചത് കണ്ടെത്തിയിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തൃക്കാക്കര പോലീസ് രാത്രി ഓഫീസിനുള്ളിൽ യൂണിയൻ നേതാവിന് എന്ത് പണിയെന്ന് ചോദിച്ചപ്പോഴും മറുപടി ഉണ്ടായതിൽ ഉടൻ തന്നെ ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. NGO യൂണിയൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായതിനാൽ പ്രദീപിനെതിരായ നടപടികൾ ഇല്ലാതാക്കാനാണ് യൂണിയന്റെ നീക്കം. സർക്കാരിന്റെ ശമ്പളവും വീട്ടുവാടകയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയ ശേഷമാണ് യൂണിയൻ നേതാവ് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഓഫീസ് മുറി കിടപ്പുമുറിയാക്കിയത്. ഇന്നലെ രാത്രി വിവരമറിഞ്ഞ 24 സംഘം എത്തുകയും ഇത് കണ്ട യൂണിയൻ നേതാവ് ഓഫീസിന്റെ ഷട്ടർ തുറന്ന് പുറത്തിറങ്ങി വരുന്നതും ദൃശ്യങ്ങൾ സഹിതം വാർത്തയാക്കുകയും ചെയ്തു. ഈ ഓഫീസിന്റെ അകത്ത് ഒരാൾ അനധികൃതമായിട്ട് രാത്രി ഓഫീസിൽ സമയത്തിന് ശേഷം താമസിക്കുന്നില്ല. പിന്നെ ഇതിന്റെ അകത്ത് എന്തായിരുന്നു? ഈ ഡോർ അടച്ചിട്ടുകൊണ്ട് ചേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ചേട്ടൻ വാ, നമ്മുടെ ഡ്രൈവേഴ്സിന്റെ റൂമുണ്ട്, എവിടെയാണ് കിടക്കാറ്? അവിടുന്ന് വെള്ളം കുടിച്ചാ ഡ്രൈവേഴ്സിന്റെ റൂം. നിങ്ങൾ ഇപ്പൊ ഇതിന്റെ അകത്തും നല്ല ഇറങ്ങി വന്നത് വെള്ളം കുടിക്കാൻ പോയതാണ്. വെള്ളം കുടിക്കാൻ അതിന്റെ ടേസ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഡ്രൈവറുടെ ക്യാബിനിലേക്ക് ഓടിക്കയറിയ യൂണിയൻ നേതാവിനെ പോലീസ് എത്തി എന്തിനാണ് ഓഫീസ് സമയം കഴിഞ്ഞ അകത്ത് കയറിയതെന്ന് ചോദിക്കുകയും ചെയ്തു. ഓഫീസിന്റെ അകത്ത് താമസിച്ചില്ല, നമ്മുടെ റൂമുണ്ട്, ഇവിടെയാണ് കിടക്കാറ്. നമ്മൾ അതിന്റെ അകത്ത് ഫുഡ് കഴിക്കാൻ പോയതാണ്. അത് AC എങ്ങനെ വർക്ക് ചെയ്താൽ അറിയില്ല, അത് ഞാൻ അറിയില്ല, അത് വാച്ച്മാനോട് ചോദിച്ചു. NGO യൂണിയൻ യൂണിറ്റ് സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രദീപനാണ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ച ഓഫീസ് മുറിയിൽ AC-യും ലൈറ്റും ഉപയോഗിച്ച താമസിച്ചത്. ഇതിന് കൂട്ടുനിന്നത് നൈറ്റ് വാച്ച്മാനും. യൂണിയൻ നേതാവ് എന്ന അധികാരം ഉപയോഗിച്ചാണ് ജനങ്ങൾ നികുതിപ്പണം കൊടുക്കുന്ന സർക്കാർ ഓഫീസിലെ ലൈറ്റുകളും ഫാനുകളും AC-യും ഒക്കെ ദുരുപയോഗം ചെയ്ത യൂണിയൻ നേതാവ് താമസിച്ചത്. സംഭവ സ്ഥലത്തെത്തിയ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ഉൾപ്പെടെ നേതാവിന്റെ നിയമലംഘനം മനസ്സിലാക്കിയതോടെ സ്ഥലം വിടുകയും ചെയ്തു. താൻ ഓഫീസിൽ കയറിയത് ഭക്ഷണം കഴിക്കാനെന്നാണ് യൂണിയൻ നേതാവിന്റെ വിചിത്ര വിശദീകരണം. സർക്കാർ ഓഫീസ് ദുരുപയോഗം ചെയ്ത നേതാവിനെതിരെ നടപടി വരാതിരിക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഓഫീസിനുള്ളിൽ ഫയലുകളും മറ്റു രേഖകളും ഉൾപ്പെടെ ഉള്ളപ്പോഴാണ് അനധികൃതമായി ഒരു ജീവനക്കാരൻ രാത്രിയിൽ ഓഫീസുകളിൽ കയറിയത്. ഇത് നഷ്ടപ്പെടുകയോ തിരുത്തൽ വരുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ നിരവധി പേരെ ബാധിക്കുകയും ചെയ്യും. ഈ ചട്ടങ്ങളും നിയമലംഘനങ്ങളും മറച്ചുകൊണ്ട് യൂണിയൻ നേതാവായ പ്രദീപിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമാണ്. നേതാവിനെതിരെ അച്ചടക്ക നടപടിയുണ്ടായാൽ യൂണിയൻ നേതൃത്വത്തിന് തിരിച്ചടിയാണെന്ന വിലയിരുത്തലാണ് നിയമലംഘനം നടത്തിയ ആളെ സംരക്ഷിക്കാൻ യൂണിയനുകൾ രംഗത്തിറങ്ങാൻ കാരണം. ശ്യാംകുമാർ, 24, കൊച്ചി.